നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൽ. ഇന്ന് എപ്പിസോഡ് നമ്പർ 74 ഇന്നത്തെ ഡേറ്റ്. അതായത് ഇന്നത്തെ എനർജി വന്ന 7/8/2024, അതായത് 7 കേതുവിൻ്റെ എനർജി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് 7 എന്ന് പറഞ്ഞാൽ. അതുപോലെ ലൈഫ് പാത്ത് ടോട്ടൽ വന്നു കഴിഞ്ഞാൽ 5ൻ്റെ എനർജി, ബുധൻ്റെ എനർജി. അപ്പോൾ 7ൻ്റെയും 5ൻ്റെയാണ്. പൊതുവേ 7ഉം 5ഉം അത്ര മാച്ചിങ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എനർജീസാണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. എന്തായാലും പേരിൻ്റെ വിസ്മയം പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇതിലേക്കാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ 7ൻ്റെ എനർജി എന്ന് പറഞ്ഞു. 7നെ കേതുവിൻ്റെ എനർജി ആയിട്ടാണ് പറയാറ്, പൊതുവെ പറയാറുണ്ട് അല്ലേ. അസുരനെ നമ്മൾ ഇന്ത്യൻ മിത്തോളജി പ്രകാരം എന്നത് ഒരു അസുരനെ 2 കഷ്ണമാക്കി, അതായത് അമൃത പാന സമയത്ത് 2 കഷ്ണമാക്കി, ഒന്ന് തലഭാഗം രാഹുവും താഴെ ഭാഗം കേതുവുമായിട്ട്, അതായത് അമൃത പാനം ചെയ്തുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് 7, കേതുവിൻ്റെ എനർജി. എപ്പോഴും തലയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എനർജി. പൊതുവേ ഇതിനെ സ്പിരിച്വലായിട്ടുള്ള എനർജി എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്തോ മിസ്സിങ് ഫീൽ ചെയ്യും. അതായത് ആ സൂപ്പർ നാച്ചുറൽ എനർജിയെ, അതായത് ഈ പരമമായ ശക്തിയെ എപ്പോഴും അന്വേഷിക്കാനുള്ള ഒരു ത്വര ഇവരുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്പിരിച്വൽ ബീയിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ 7ൽ ജനിച്ച ആൾക്കാർ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ശ്യാംകുമാർ അല്ലേ? ശ്യാംകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാംകുമാർ അല്ലേ? ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. രാംകുമാർ. വേറെ ഇനീഷ്യൽ വല്ലതുണ്ടോ രാംകുമാറിന്? രാംകുമാർ AR അല്ലേ? എവിടെന്നാ വിളിക്കുന്നത് രാംകുമാർ? എവിടെന്നാ വിളിക്കുന്നത്? ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 27/11/1986. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ രാംകുമാർ. ഓക്കെ. ഹലോ രാംകുമാർ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 8 വരുന്നത്. 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചെല്ലാണ് വലിയ ഒരു നമ്പറാണ് കൂടെ ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പേര് ആകേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. പക്ഷേ പേരിൽ അത്ര ബെസ്റ്റായിട്ട് കാണുന്നുമില്ല. 7ൻ്റെ എനർജിയിലാണ് വരുന്നത്. അപ്പോൾ ഈ 9നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 7 വരുമ്പോഴേക്കും ഒരു സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളല്ല പറയേണ്ടത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകാനും, അതുപോലെ പിന്നെ മാനസികമായി പ്രയാസം അനുഭവിക്കാനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അപകടങ്ങളെ പോലെയൊക്കെയുള്ള സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? ഇതേവരെ കല്യാണം നടന്നിട്ടില്ല, ഒരു ജോലി സ്ഥിരമായിട്ട് വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിന് മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ പേരിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തണം. അപ്പോൾ ആ ജോലിക്ക് വളരെ ദോഷം എന്തായാലും കാണുന്നില്ല, ജോലീൻ്റെ കാര്യത്തിൽ. പക്ഷേ വിവാഹത്തിനൊക്കെ കൂടുതൽ കാലതാമസം കാണുന്നത് ആ എനർജിയിൽ ഒരു മാറ്റം വരുത്തുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഈ രാംകുമാർ AR എന്നുള്ളത്, അപ്പം ഒന്ന് ഫാദറിൻ്റെ പേര് പറഞ്ഞേക്കും, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രാധാകൃഷ്ണൻ. ഓക്കെ. അങ്ങനെ രാധാകൃഷ്ണൻ എന്ന പേര് മുഴുവനായിട്ട് വെക്കുകയാണെങ്കിൽ, അതായത് രാംകുമാർ രാധാകൃഷ്ണൻ എന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള പേരാണ്. ഒരു 70% നല്ല പേരാണ്. കൂടുതൽ കാര്യങ്ങളെ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ KR എന്നല്ലേ പറഞ്ഞത്? ഇനീഷ്യൽ KR എന്നല്ലേ പറഞ്ഞത്?
അതെ. അപ്പോൾ ആ KR മാറ്റണം, മാറ്റിയിട്ട് രാധാകൃഷ്ണൻ എന്ന് മാത്രമാക്കി വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള കൂടുതൽ ഭാഗ്യത്തിന് ഇപ്പോഴുള്ള ഒരു കാലതാമസം പിന്നെ നമ്മുടെ തലയിൽ ഭാരം കയറ്റിയ അവസ്ഥ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ എനർജി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് കൂടുതൽ കാലതാമസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാറ്റിനും കാലതാമസവും അത് നേടുന്ന ആ ഒരു സമയത്ത് ഉള്ള ബുദ്ധിമുട്ടുമാണ് ഇതിലൂടെ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ആ പേരിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ പോകണം. അപ്പോഴാണ് അതിനൊരു കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സമയം ആവുക. അപ്പോൾ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം വിവാഹത്തിനെ സംബന്ധിച്ച്. ന്യൂമറോളജി പ്രകാരം വിവാഹത്തിന് തടസ്സമായിട്ടുള്ള വർഷമല്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാനുള്ള സാധ്യത തുറന്നു നിൽക്കുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതുപോലെയുള്ള നമ്മുടെ കൂടുതൽ കാലതാമസം വരുത്തുന്ന പേരിൻ്റെ എനർജി നമ്മളെ അതിനെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് പോവുക. പിന്നെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. പിന്നെ മകൻ അനുകൂലമായിട്ടുള്ളൊരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ വർഷം കഴിയുന്നവരെ എന്തായാലും കാത്തിരിക്കുക. അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാ പറയേണ്ടത്, പറഞ്ഞോളൂ. ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞത് ഒരു ആക്സിഡന്റ് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ വരുമോ? അപകടം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപകടം. ഓക്കെ, അപ്പോൾ ഈ പേരിലത്തെ മാറ്റമാണ് ആദ്യം തന്നെ പറയേണ്ടത്. പേരിലുള്ള മാറ്റം ഒന്ന് കാര്യമായിട്ട് അത് തന്നെ എടുക്കേണ്ട കാര്യമാണ്. അതിനാണ് ഒരു പരിഹാരം. ഇപ്പം നമ്മൾ വരുമോ അടുത്തത് വരുമോ എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിതുപോലെ ഇവിടെ മാറ്റം വരുത്താതെ ഇരിക്കുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ആയിട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ എന്താണ് എനർജി, അതുമായിട്ടല്ലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ആ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഭാഗ്യത്തിനെ കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം നമ്മൾ കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് അതായിരിക്കും നമ്മുടെ ജീവിതം എന്ന് കരുതിയിട്ട് നിൽക്കരുത്. നമ്മൾ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മളെ കർമ്മഫലത്തിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ന്യൂമറോളജി പ്രകാരമുള്ള ഒരു മാറ്റത്തെ സ്വീകരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ പേരിൻ്റെ വിസ്മയത്തിൽ ആദ്യത്തെ കോള് തന്നെ ഒരു വലിയ എനർജിയാണ് വന്നത്. അതായത് 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ അതിന് വീണ്ടും ഒരു എഗെയിനായിട്ടുള്ള ഒരു വലിയൊരു പേരിൻ്റെ എനർജി കൂടി. അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴേക്കും ഒരാൾക്ക് തല ഭാരമായിരിക്കും ഉണ്ടാകുക. അപകടത്തിന് സാധ്യത, ഒരു ചെറിയ കാര്യം പോലും നേടിയെടുക്കാൻ കൂടുതൽ സമയമെടുക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആണ് പറയേണ്ടത്. അപ്പോൾ അത് ആ അനുഭവങ്ങൾ ചോദിച്ചപ്പോൾ അത് കൃത്യമാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, അത് രാംകുമാറിൻ്റെ അമ്മയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് അഖില്. അഖിൽ എവിടെ നിന്നാണ്? എൻ്റെ വീട് വടകര. ഓക്കെ, അഖിലിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഇനീഷ്യൽ എന്താണ് അഖിലിൻ്റെ? അഖിൽ കെ. ഡേറ്റ് ഓഫ് ബർത്ത്? 3/3/2000. ഒന്നുകൂടി പറയാമോ? 3/3/2000 മാർച്ച് 3. ഓക്കെ, 3/3/2000. ഓക്കെ, അഖിൽ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ. അഖിൽ കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 8ആണ്. 3ഉം 8ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ വലിയ ദോഷം പറയാനില്ല, എന്നാലും കാർമിക് എനർജിയാണ്. ഓക്കെ, അഖിലിന് എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? ഭാഗ്യ
അല്ല ഭാവിയൊക്കെ എങ്ങനെ നല്ല രീതിയിലൊക്കെ നടക്കണം. ഓക്കെ ഈ അതെ പേരിൻ്റെ എനർജി പ്രകാരം ദോഷമൊന്നുമില്ല. ഏകദേശം 70% നല്ല പേരാണ്. ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നേടിയെടുക്കാനുള്ള ഇതാണ്. പിന്നെ ഓരോ കാര്യത്തിലും ഉള്ള നമ്മൾ കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പെട്ടെന്ന് അങ്ങ് ഇറങ്ങിത്തിരിക്കാതെ അതിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിലായാലും ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ്. പിന്നെ ഏതിലാണ് താല്പര്യം, എന്ത് ചെയ്യാനാണ് താല്പര്യം, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റ് ജോബിലൊക്കെ നോക്കാൻ വേണ്ടി. ഗവൺമെൻറ് ജോബ്, ഓക്കെ. ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ടുള്ളത്. പേര് ഓൾറെഡി നല്ല പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കരിയറിനെ ഉയർത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ കൺഫ്യൂഷനൊന്നും ആയിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഉയർന്ന് പോകാനുള്ള എനർജി ഇതിലുണ്ട്. ഈ അഖിൽ കെ, AKHIL, ഇനീഷ്യൽ കെ, അഖിൽ കെ എന്ന് മാത്രമാകുമ്പോൾ ഒരു നല്ല പേരാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കഠിനാധ്വാനം വർക്ക് ചെയ്യുക. കാരണം കഠിനാധ്വാനം എന്നുള്ളതും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ പറയുന്നുണ്ട്. എന്താണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ ഹാർഡ് വർക്കിലാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക, അതിൽ വിജയിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ്സിലും നല്ല പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ. അതുപോലെ ടീച്ചിങ് ഫീൽഡ്, ഇതും നല്ല, അതായത് ഗുരുവായിട്ട് ഇരിക്കുക എന്നുള്ളതും വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു എനർജി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കാനും ഇതിൽ സാധിക്കും. ഓക്കെ. അല്ല, എൻ്റെ ചേച്ചിയും കൂടി അറിയാൻ പറ്റുമോ? ചേച്ചിയുടെ നമുക്ക് അടുത്ത പ്രാവശ്യം, കാരണം ഒരുപാട് കോള് വന്ന് നെക്സ്റ്റ് ടൈം വിളിക്കുക ഇതേ നമ്പറിൽ ബുധനാഴ്ച ദിവസം. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ മിസ്റ്റർ അഖിലിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 8ആണ്. 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരൽ. അപ്പോൾ പൊതുവേ അതിന് വലിയ ദോഷം പറയാനില്ല. രണ്ടും വലിയ സംഖ്യകളാണെങ്കിലും അത് പരസ്പരം എന്താ പറയുക, ഓപ്പോസിറ്റ് അല്ല എന്ന് ആദ്യം തന്നെ പറയാം. എന്തായാലും കുഴപ്പമില്ലാത്ത കൂടിച്ചേരലാണ്. അപ്പോൾ അഖിൽ കെ എന്ന പേരും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണോ ആ രീതിയിലേക്ക് ജീവിതത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കഠിനാധ്വാനമാണെങ്കിൽ തീർച്ചയായും സാധിക്കും. നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഉഷ എവിടുന്നാണ് വിളിക്കുന്നത്? ഉഷ, പാലക്കാട്. ഓക്കെ. ഉഷയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാന് നമ്മുടെ വയനാട് ഇപ്പൊ ഭയങ്കര ദുരന്തമാണല്ലോ. അപ്പൊ ജില്ലകളുടെ പേര് നോക്കിയിട്ട് അങ്ങനെ മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. മുൻകൂട്ടി ഓക്കെ. നമുക്ക് ഈ ന്യൂമറോളജി പ്രകാരം ഓരോ വർഷത്തെയും എനർജീനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 എന്ന എനർജി, 26 എന്ന ഒരു എനർജി പ്രകാരം ഒട്ടേറെ ഭൂകമ്പങ്ങൾ നടന്ന വർഷം. അതുപോലെ ഞാൻ ഈ വർഷത്തിൻ്റെ പ്രവചനം ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൂമി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ, അതായത് ഭൂകമ്പം പോലുള്ളത് കൂടുതൽ സാധ്യത, അതായത് 2024 എന്നാൽ 8ൻ്റെ എനർജിയാണ് വരുന്നത്. അതായത് ശനിയുടെ എനർജി ഈ ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള എനർജിയാണ്. അതുപോലെ ഇപ്പം ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അത് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ് ഈ പ്രോഗ്രാമിൽ. ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് മാത്രമല്ല, യുദ്ധഭീഷണി, വളരെയധികം യുദ്ധത്തിനൊക്കെ തയ്യാറെടുക്കുന്ന അവസ്ഥ അതിപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ എമ്പാടും കാണാവുന്നുണ്ട്. ആ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒളിമ്പിക്സിൽ പ്രശ്നം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഒളിമ്പിക്സിലും ചെറിയ തരത്തിൽ അതിൻ്റെ ആ പ്രാരംഭ ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ യുദ്ധം, ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ അത് കുറയുന്ന അവസ്ഥയല്ല ഈ വർഷം ഉണ്ടാകുക എന്നുള്ളതും വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലുള്ള സൂചനകൾ ഏതെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും
പ്രവചിക്കാൻ നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ. അപ്പോൾ ഇന്ന് സൂചന നൽകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് എനർജിയിൽ ഇന്നതൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂമറോളജിയിൽ സാധിക്കും. അപ്പോൾ നമുക്ക് അതിന് തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ നമുക്ക് ഇന്നത്തെ ദിവസം പറ്റും ഇന്നതൊന്നും അങ്ങനെ വെട്ടി മുറിച്ചിട്ട് പ്രവചിക്കാനൊന്നും ലോകത്തില് മനുഷ്യന്മാരെ കൊണ്ട് പിന്നെ എല്ലാവരും ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നില്ല രീതിയിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ 2020 അതായത് പിന്നെ ആ ഒരു വർഷത്തെ പ്രവചനമായിട്ട് ഇതൊക്കെ ഞാൻ ചെയ്ത വീഡിയോയിലുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു വർഷത്തെ ഒരു പ്രവചനമായിട്ട് ഞാൻ പറഞ്ഞത് ലോകമെമ്പാടും പിന്നെ വളരെയധികം മനുഷ്യന്മാർ ഇമോഷണലി വളരെ ദുഃഖിക്കുന്ന അവസ്ഥയും അത് വലിയ അതിൻ്റെ നേതാക്കൾക്ക് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ലോകമെമ്പാടും ഉണ്ടാകും എന്നാണ് ഞാൻ ആ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വന്നത് ഇമോഷണലായിട്ട് ദുഃഖി കൊറോണ മൂലം അങ്ങനെ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. പക്ഷെ അത് ഇന്ന് അസുഖമാണ് വരുന്നതെന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഇന്ന് അവസ്ഥ ലോകമെമ്പാടും സംജാതമാകും എന്ന സൂചന നമുക്ക് നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ന്യൂമറോളജി പ്രകാരം നമുക്ക് സാധിക്കുക. ആ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു എന്താ പറയുക നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എന്റെ ചോദിച്ചാൽ പറയാൻ സമയം കിട്ടുമോ? എന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ നിമിഷത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അത് നമ്മളെ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ്. ഓക്കെ, എന്താണ് അറിയേണ്ടത്? പിന്നെ വീട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാനാണ്. 7/11/1967 ഡേറ്റ്. 7/11/1967 സ്വന്തമായിട്ട് വീട് വെക്കാൻ യോഗമുണ്ടോന്ന് അറിയാനാണ്. 1967. ഉഷയുടെ ഇനീഷ്യൽ എന്താണ്? പി ആണോ? ടി ഫോർ ടാറ്റ അല്ലേ? ടാറ്റയുടെ ടി അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ പറയാം. ഇന്നത്തെ ഡേറ്റും ഞാൻ ആദ്യമേ പറഞ്ഞു. പേഴ്സണാലിറ്റി 7ഉം ലൈഫ് പാത്ത് 5ഉം വരുന്ന ഒരു എനർജിയാണ് ഇന്ന് വരുന്നത്. ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം അതുപോലെ നിങ്ങളുടെയും ഈ പേഴ്സണാലിറ്റി 7ഉം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ പേരിൻ്റെത് പറഞ്ഞു കഴിഞ്ഞാൽ കാർമിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കർമ്മം കൊണ്ട് മുന്നേറി പോകാനുള്ള എനർജി ഇതിൽ കാണാനുണ്ട്. അതുപോലെ ആൾക്കാരെ സഹായിക്കാനും ഇതിനൊക്കെയുള്ള ഒട്ടേറെ ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി ഇതിൽ കാണാനുണ്ട്. ആൾക്കാർക്ക് മനസ്സിലുണ്ട് സാറേ, എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് സഹായിക്കുന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ പവർഫുൾ ആയിട്ട് ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സഹായങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളും പ്രവർത്തിക്കാനൊക്കെ പറ്റും. ഒപ്പം ഇത് നിങ്ങൾ ശക്തമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എനർജിയോടെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് പിന്നീട് അത് മാറ്റി അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അതിനൊരു വിഷമമുള്ളൂ. അല്ലാതെ ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അതിന് വേണമെങ്കിൽ തുടങ്ങി വെക്കാൻ വേണമെങ്കിൽ അതിനുള്ള തീർച്ചയായിട്ടും തുടങ്ങി വെക്കാം. ഇനി പെട്ടെന്ന് കഴിയുന്നല്ല പറയുന്നത്, പക്ഷെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർഷങ്ങൾ 1, 2, 3 വർഷം 4 വർഷം എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ന്യൂമറോളജി പ്രകാരം അവരുടെ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഈ ന്യൂമറോളജി പ്രകാരം ഇതുപോലെ ഉള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ പ്രവചിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഓരോ നാട്ടിൻ്റെ എനർജിയും ഓരോ പേരിൻ്റെ എനർജിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഉദാഹരണത്തിന് കേരള എന്ന പേരിൻ്റെ എനർജി വരുന്നത് 14 ആണ്. അതുപോലെ കേരളം എന്നാണെങ്കിൽ അത് 18 വരുന്നത്. അപ്പോൾ 14, 18 രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 എനർജീസാണ്. അതായത്
കീറോസ് ന്യൂമറോളജി ആൻഡ് ആസ്ട്രോളജി എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ന്യൂമറോളജി വിദഗ്ധനായിട്ടുള്ള, അതായത് ഇന്ത്യയിലും പിന്നെ ലോകത്തിൻ്റെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ജ്യോതിഷത്തിനെക്കുറിച്ച് പഠിച്ച ഒരു ജ്യോതിഷ പണ്ഡിതനാണ് കീറോസ് എന്ന വ്യക്തി. അദ്ദേഹം എഴുതിയ കീറോസ് ന്യൂമറോളജി ആൻഡ് ആസ്ട്രോളജി എന്ന ബുക്കിൽ കൃത്യമായിട്ട് 81ാമത്തെ പേജിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് 14 എന്ന ഒരു എനർജിയിൽ ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരു കടക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പേരുണ്ടെങ്കിൽ അവിടെ പ്രകൃതി ക്ഷോഭം കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അപ്പോൾ ആ ഒരു എനർജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പം കേരളം എന്നല്ല, പൊതുവെ എല്ലാ സ്ഥലത്തും കേരള എന്ന എനർജിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് എന്താ പറയുക, ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള എനർജിയാണെന്ന് ചുരുക്കം. ഇതിപ്പം ഞാനിപ്പോൾ ന്യൂമറോളജി ഞാൻ കണ്ടുപിടിച്ച് പറയുന്നതല്ല, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞ അല്ലേ, ദ കീറോസ് ന്യൂമറോളജി ആൻഡ് ആസ്ട്രോളജി എന്ന ബുക്കിൽ എഴുതി വെച്ച ഒരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വിശ്വനാഥൻ. ഓക്കെ, വിശ്വനാഥൻ എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ്. ഓക്കെ, വിശ്വനാഥന് എന്താണ് അറിയേണ്ടത്? എൻ്റെ സമയം എങ്ങനെയാണെന്ന് അറിയണം. ഓക്കെ, വിശ്വനാഥൻ ഫുള്ളായിട്ടുള്ള പേര് പറയാമോ? വിശ്വനാഥൻ വി പി. വി ഫോർ വിക്ടറി, പി ഫോർ പ്ലാന്റ് അല്ലേ? അതെ. വിശ്വനാഥൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് VISWANATHAN അങ്ങനെയാണോ? അതിൽ എച്ച് ഒന്നുമില്ലല്ലോ, വിശ്വ എന്നുള്ളതിന് എച്ച് ഒന്നുമില്ല അല്ലേ? ഇല്ല. വിശ്വനാഥൻ പി. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 14/10/1979. ഹലോ വിശ്വനാഥ്, കേൾക്കാമോ? പേഴ്സണാലിറ്റി 5, ലൈഫ് പാത്ത് 5, അങ്ങനെ 5ൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. പക്ഷേ പേര് വിശ്വനാഥൻ VP എന്നാകുമ്പോൾ 7ൻ്റെ എനർജിയാണ്. 7നും 5നും ഒരു 7ൻ്റെ എനർജി പറയുമ്പോൾ അതൊരു ഇമോഷണലി ഒരു ട്രാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എന്തായാലും വളരെ ദോഷം എന്ന് പറയാനില്ല പേരിൻ്റെ കാര്യത്തിൽ, എങ്കിലും നമ്മൾ ഇമോഷണലി അതിനെ നമ്മളെ ട്രാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. മാനസിക ഏത് കാര്യവും നമ്മൾക്ക് ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഇതിലൊരു നെഗറ്റീവ് പറയാനുള്ള കാര്യം അതാണ് ആദ്യം. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയമുണ്ടാകും. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു കാര്യം തീരുമാനിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ വിശ്വനാഥൻ VP എന്ന ഒരു പേരിലും ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അനുസരിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ വിശ്വനാഥൻ VPയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മാറ്റം വരുത്താൻ പിന്നെ ഫാദറിൻ്റെ പേര് ആഡ് ചെയ്ത് നോക്കാം. അതാണ് ഇപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള ഓപ്ഷൻ പൊതുവേ. എന്താണ് പറയേണ്ടത്? സുന്ദരേശ്വരൻ അല്ലേ? അതിപ്പോൾ സിമ്പിളായിട്ട് വരികയാണെങ്കിൽ വിശ്വനാഥൻ എന്ന് മാത്രമാണെങ്കിൽ അത് നല്ലൊരു പേരായിട്ട് വരുന്നുണ്ട് അല്ലേ? നല്ലൊരു എനർജി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെയുള്ള ഒരു എനർജി ആയിട്ട് പറയാം. വിശ്വനാഥൻ എന്നാണ് പറയുന്നതെങ്കിൽ. അപ്പോൾ അതുപോലെ VP മാറ്റിയിട്ട് എന്ന് മാത്രമാകണം. അപ്പോൾ അച്ഛൻ്റെ പേര് വന്നു അല്ലേ? പൊതുവേ അല്ലേ, ലോകമെമ്പാടും ഒരു ഫോളോ ചെയ്യുന്ന ഒരു സർനെയിം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ വീട്ടുപേരൊക്കെ വെക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോഴത്തെ സമയത്തിൻ്റെ കാര്യം ചോദിച്ചു, അത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പേരിൻ്റെ ഒരു തടസ്സങ്ങളുണ്ട് എപ്പോഴും. അത് പിന്നെ ജീവിതത്തിൽ പൊതുവേ ആ ഒരു എനർജി നിങ്ങൾക്ക് അധികം സപ്പോർട്ടീവ് ആകുന്നതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനും അതിന് പെട്ടെന്ന് തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വേഗതയുള്ള എനർജിയാണ് പൊതുവേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം. പക്ഷേ അതിന് നേരെ തിരിച്ചുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേരിലുള്ള എനർജി. അത് തന്നെ
അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ ഡൈവേർട്ടായി പോകുന്ന ഒരവസ്ഥ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പേരിലത്തെ മാറ്റം അനുകൂലമാകും. ഇപ്പം നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കൃത്യമായി ഉറച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ട് വരും എന്നാണ് പറയാനുള്ളത്. ഈ വർഷമായാലും ഈ വർഷം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഗുണമായിട്ടൊക്കെ വരും. അതാണ് പറയേണ്ടത്. ഓക്കെ. അത് പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പേരിൽ ഈ മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇനീഷ്യൽ മാറ്റിയിട്ട് അച്ഛൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ അങ്ങോട്ട് ആക്കുക. പിന്നെ ഇനി സുന്ദരേശൻ എന്ന് മുഴുവനായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ പേരാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നിങ്ങളുടെ വിശ്വനാഥൻ എന്നുള്ളത് കുറച്ച് വലിയ ഒരു പേരാണ്. എന്നാലും പിന്നെ അപ്പം കുറച്ച് അപ്പോൾ എസ് എന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. അപ്പൊ ഈ നാഥ് എന്നുള്ളത് മാറ്റി നാഥ് മാറ്റിയല്ലോ സാർ, എ എന്നുള്ള മാറ്റിയിട്ട് നാഥ് എന്നല്ലേ? ലാസ്റ്റ് എ എൻ വരുമല്ലോ, THAN. അന്നേരം അത് മാറ്റിയിട്ട് TH എന്ന് മാത്രമാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമോ? നോക്കട്ടെ ഒരു മിനിറ്റ്. വിശ്വനാഥ് VP എന്നാക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പേരാവുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഹാപ്പി ആവുന്ന ഒരവസ്ഥ അതിലും കാണുന്നില്ല. പിന്നെ അല്ലെങ്കിൽ വെറും വിശ്വനാഥ് എന്ന് മാത്രം റെക്കോർഡിക്കലി എല്ലാ സ്ഥലത്തും ഒരു ഇനീഷ്യലും ഇല്ലാണ്ട് എന്നാലും പോരാ, വേണ്ട. ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞത് വിശ്വനാഥൻ എസ് എന്നുള്ളത്. വിശ്വനാഥൻ ഇപ്പോഴുള്ള പേര് ഞാൻ പറഞ്ഞ VISWANATHAN വിശ്വനാഥൻ എസ് എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേരായി കാര്യങ്ങളെ എളുപ്പം നമുക്ക് പറയാം, നമ്മുടെ ജീവിതം കുറെ കൂടി ഈസിയാകും. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ന്യൂമറോളജി പ്രകാരം നമ്മളൊരു പേര് മാറ്റുന്നത് ഒരു ദിവസം, അതായത് നിങ്ങളുടെ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഡേ, ഇപ്പോൾ 5, നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ 5 എന്നുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഡേ തന്നെയാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒരു ദിവസം 18 തവണ എഴുതിക്കൊണ്ട് 21 ദിവസം റിപ്പീറ്റായി എഴുതിക്കൊണ്ട് ആ പേരിൻ്റെ എനർജീനെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ അത് രാവിലെ തന്നെ എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡിക്കലി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എല്ലാ സ്ഥലത്തും ആ എനർജിയായി എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. സാർ വേറൊരു കാര്യം, ഞാനിപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ഈ പറഞ്ഞില്ല, ഇതിൽ റെക്കോർഡിക്കലിൽ വന്നിട്ട് വേറൊരു രജിസ്ട്രേഷൻ ഡേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 22/10. അല്ല, അതിൽ കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടത്. അതെ, ജാതകത്തിലുള്ളത്. കറക്റ്റ് ഡേറ്റ് വെച്ചിട്ട് ഈ ഇനീഷ്യൽ മാറ്റിയാൽ മതി അല്ലേ? അതെ, നിങ്ങൾ ഓക്കെ. അപ്പോൾ ആ ഇനീഷ്യൽ അങ്ങനെ ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നമുക്ക് കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഭവിത. എവിടുന്നാണ്? ഭവിത. ഓക്കെ, കോഴിക്കോട് നിന്നല്ലേ? ഭവിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? മോളെ. മോളുടെ പേര് പറയും. ആൻവിയ. SD. S for stand അല്ലേ? D for data, right? പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് 26. അല്ല, ഇത് പറഞ്ഞത് കൃത്യമാണെന്ന് പറ, അല്ലാതെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. SD എന്നുള്ളത്. ശരി. ആൻവിയ. ANVIYA അല്ലേ? ആൻവിയ, അങ്ങനെയാണോ? ആൻവിയ. ഒന്നുകൂടി സ്പെല്ലിംഗ് പറയുമെങ്കിൽ പറയൂ മുഴുവനായിട്ട്. ഓക്കെ, മുഴുവനായിട്ട് പറയൂ. YA. ഓക്കെ. ആൻവിയ SD അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 26/3/2024. 2024. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം.
ആൻവിയ എസ് ടി അതായത് പേഴ്സണാലിറ്റി നമ്പർ 81 ആണ്. അപ്പോൾ പേര് വളരെ ദോഷമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ അകത്തുള്ള എനർജീസ് അത്ര ബെസ്റ്റ് അല്ല. പക്ഷേ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറിൽ പേര് വന്നിട്ടുണ്ട് എന്തായാലും. ആൻവിയ എസ് ഡി എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആ പേരിൻ്റെ എനർജി. അപ്പോൾ പിന്നെ ഫാദറിൻ്റെ പേരെന്താണ് കുട്ടിയുടെ? സുധീഷ് അല്ലേ? സുധീഷ് SUDHEE അല്ലേ? അല്ലേ? DH ഇല്ല അല്ലേ? സുധീഷ്. അപ്പോൾ പിന്നെ SD എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഉള്ളതിലേക്ക് വെച്ച് ബെസ്റ്റ്. എന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല പേരാണെന്ന് പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പേരാണ് ആൻവിയ SD എന്നുള്ളത്. ഓക്കെ, കുട്ടീനെ അത് ഈ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്കിപ്പോൾ ഞാൻ എന്താ പറയുക സുധീഷ് എന്ന് വെച്ച് നോക്കി, അതിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ സുധീഷ് എന്ന് വെച്ചിട്ട് തന്നെ നോക്കണമെങ്കിൽ വേറെ പേരുകൾ വെച്ച് നോക്കണം. അപ്പോൾ അതിനിപ്പോഴും നമുക്ക് സമയമില്ല. അപ്പോൾ ഈ ഒരു പേരിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% ഓക്കെയാണ്, 60% നല്ലതാണ്. പഠിത്തത്തിന്. അപ്പോൾ പഠിത്തത്തിന് പഠിത്തത്തിന് വലിയ ദോഷമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ പഠിക്കാനൊക്കെ കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് പൊതുവെ എന്നെ ഈ 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരൽ പൊതുവെ പറയേണ്ടത്. എന്നിരുന്നാലും ഈ ജോലി അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇവർക്ക് ഈ പേരിൻ്റെയൊക്കെ ഗുണങ്ങൾ ശരിക്കും വരിക. കാരണം പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും 8ഉം 1. ഇതിപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ലൈഫ് പാത്തും ഒന്നുകൂടിയും വലിയ 2 എനർജീസാണ് പൊതുവെ. അപ്പോൾ ഒരു നല്ല പേര് വെക്കുന്നത് കൂടുതൽ നന്നാവും. ഇപ്പോഴുള്ളത് മോശമില്ല എന്നാണ് പറയുന്നത്. വളരെ ദോഷമുണ്ടെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല. പക്ഷെ അതിനകത്തുള്ള എനർജീസിൽ ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വേറെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാം, എന്നിട്ട് ചെയ്യുക. അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണിത്. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ആ പേരിനെ ഏറ്റവും ബെസ്റ്റാക്കി കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു ആവറേജ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ പേര്. ഓക്കെ, അതാണ് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 7നെ കുറിച്ചിട്ടും 7ഉം അതായത് ഇന്ന് ടോട്ടൽ വരുന്നത് 5, 7ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഈ 7നെ കുറിച്ചിട്ട് പൊതുവേ നമ്മൾ പറഞ്ഞു, ഞാൻ ആദ്യം സൂചിപ്പിച്ചു കുറച്ച് സ്പിരിച്വലായിട്ടുള്ള എനർജിയാണ് എന്നുള്ളതൊക്കെ. പിന്നെ കൂടാതെ ഇവർക്ക് ഈ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി കൂടി ഇവർക്കുണ്ട്. അതുപോലെ കലാകാരന്മാരാണ്, കലാകാരികളായിരിക്കും. അപ്പോൾ ആ എനർജിയൊക്കെ ഇവർക്ക് കൂടുതലുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ഈ 7 എന്നത്. അതുപോലെ ഒരു ടീം അല്ലെങ്കിൽ ഒരു കൂട്ടായുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഡള്ളാകുമ്പോൾ കൃത്യമായിട്ടും എല്ലാവർക്കും ഊർജ്ജം നൽകി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജി കൂടിയാണ് 7 എന്നത്. പൊതുവേ അത് നമ്മൾ 7ൻ്റെ എനർജീനെ കേതു ആ ഒരു എനർജീൻ്റെ അത്ഭുതങ്ങൾ പറ്റുന്നതാണ് പറയാറ്. അതായത് ഒരു തളർന്ന് ഒരു കുഴിയിലേക്ക് വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചെറിയൊരു കുട്ടി കൈപിടിച്ച് കയറ്റുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അതായത് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു അപകട സമയങ്ങളിൽ. അപ്പോൾ അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു എനർജി കൂടി ഈ 7ന് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അശോകൻ വിളിക്കുന്ന സാറേ. അശോകൻ അല്ലേ? അശോകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? എന്റെ അറിയാൻ വേണ്ടിയാ സാറേ. ഞാൻ 65-66 വയസ്സുള്ള ഒരാളാണ്. അശോകന്റെ ഫുൾ ആയിട്ടുള്ള പേര് പറയൂ. അശോകൻ എം. അച്ഛന്റെ പേര് മാധവൻ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് എം വന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും സാറേ. ഈ മലയാള മാസം പിടിക്കുമോ സാറേ? ഇല്ല, ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇംഗ്ലീഷ് പറയണല്ലേ സാറേ? എന്നെ സ്കൂളിൽ ചേർത്തതും മലയാള മാസമായിട്ട് വ്യത്യാസമുണ്ട് സാറേ, അതാണ് ഞാൻ ചോദിച്ചത്. മലയാള മാസം അമ്മ പറഞ്ഞ കറക്റ്റ് ആണ്. മലയാള മാസം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും മലയാള മാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലാക്കുന്നതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിങ്ങൾ അത് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷ് ഡേറ്റ് പറഞ്ഞു തരുമല്ലോ.
സാറേ എന്നാലും ഇത് 12/4/1958 1138 ആണ്ടുമായിട്ട് ശരിയാവോ സാറേ? ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അത് നമുക്ക് ഗണിച്ചെടുക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അടുത്ത കോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷമാണ് വിളിക്കേണ്ടത്. എന്നാ സാറേ എടുത്തോ സാറേ 12/4/1958. ഇപ്പൊ അത് കൃത്യമല്ലാതെ ഞാൻ പറയുന്നത്, അപ്പോൾ അവസാനം അത് തെറ്റാണെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞത് വെറുതെ ആവൂലേ? അപ്പോൾ ഇല്ല വെറുതെ ആയില്ല. ഇത് സ്കൂൾ ആ മാസം കൂടി വെച്ച് കണക്കൂട്ടി എഴുതി വെച്ചിട്ടാണ് പറയണത്. അതെ, അല്ലെങ്കിൽ അത് പറയാം. 12/4/1958. 1958. ഓക്കെ, ഏപ്രിൽ മാസം ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അതുവരെ ഒന്നും മിണ്ടാതിരുന്നു, ഞാൻ പറയാം, വിളിക്കാം. ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 3. പേഴ്സണാലിറ്റി ലൈഫ് പാത്തും 2 ഗുരുവിൻ്റെ ഒരു ഇരട്ടയായിട്ടുള്ള ഒരു എനർജിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമാണെങ്കിൽ കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഞാൻ പറയണം ആ എനർജി വെച്ചിട്ട്. അപ്പോൾ 3 ആണ്. അപ്പോൾ അത് ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഉയരങ്ങളിലേക്കൊക്കെ വരാൻ സാധിക്കും. ആ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളുടേത് എങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം, അതേ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ. അങ്ങനെയാണോ? സാറേ അങ്ങനെയല്ല സാറേ, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. അതെ, ഒരു 50 വർഷമായിട്ട് ദുരിതം തന്നെയാണ് സാറേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൽ പിന്നെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. സാർ അപ്പൊ ഈ ഇത് വെച്ച് എന്റെ പിന്നെ പേരിന്റെ ഇതില്ലേ എന്റെ ഭാഗ്യ നമ്പർ എന്ന് പറയാമോ സാറേ? അത് തന്നെ. ഇപ്പം ഭാഗ്യ നമ്പർ പറയണമെങ്കിലും ഇതിൽ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിപ്പം ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ പിന്നെ സ്കൂളിലത്തെ എന്താ പറയുക മലയാള മാസത്തിൻ്റെ നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു എനിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാ സാറേ പിന്നെ ഒരു സെക്കൻഡ് 12/5/1959 നോക്കിയാ സാറേ. 12/5/1959. ഓക്കെ, അത് സ്കൂളിൽ നിന്ന് വന്നേക്കണത്. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഡേറ്റ് ആണെങ്കിൽ ഏകദേശം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അനുകൂലമായിട്ട് പോകാനുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പേരിലാണെങ്കിൽ ആ പേരിന് അങ്ങനെ പറയുമ്പോൾ പേരിന് അത്ര വലിയ പെർഫെക്റ്റ് പറയാനും പറ്റില്ല. കാരണം 28 എനർജിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും പല കാര്യത്തിനും പിന്നെ തുടങ്ങിയും മുടങ്ങിയും പിന്നെ വൈകാരികമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കുകയും അങ്ങനെ അതുവഴി നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പേരിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അശോകൻ എന്ന് നിങ്ങളുടെ പേരിൻ്റെ കൂടെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്ന നിങ്ങളുടെ ഒന്നുകിൽ വീട്ടുപേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേരൊക്കെ ആണല്ലോ ചെയ്യാൻ വേണ്ടി പറ്റുക. മാധവൻ നോക്കാവുന്നു. അശോകൻ അശോകൻ മാധവൻ പേരിടുകയാണെങ്കിൽ MADHAVIN MADHAVIN അങ്ങനെയാണെങ്കിൽ ശരിയാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അശോകൻ മാധവൻ ആക്കുമ്പോൾ ഒരു നല്ല പേരാണ് വരുന്നത്, നല്ല എനർജിയാണ് വരുന്നത്. ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു എനർജിയൊക്കെ വരും. അപ്പോൾ ഈ ഡേറ്റ് വെച്ചിട്ട് 3-5 നിങ്ങളുടെ ഡേറ്റ് നല്ല ഡേറ്റ് ആണ്. പിന്നെ വയലറ്റ് റോസ് ഓറഞ്ച്
അത് വയലറ്റ്, റോസ്, ഓറഞ്ച്. റോസ് ഓറഞ്ച് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളറാണ്. ഓക്കെ സാറേ, ഇനി നമുക്ക് മാറ്റം വല്ലതും വരുമോ സാറേ? ഇത്ര 65-66 വയസ്സായി സാറേ. അപ്പോൾ ആ പേര് മാറ്റം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കണം. അപ്പോൾ അപ്പോഴാണ് ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മാധവൻ, അശോകൻ മാധവൻ. മാധവൻ എന്നുള്ള പേര് ചിലപ്പോൾ പാസ്പോർട്ടിൽ ഉണ്ടാവും, പാസ്പോർട്ട് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ. അപ്പോൾ അത് പെട്ടെന്ന് പാസ്പോർട്ടൊന്നും ഇല്ല അല്ലേ? എന്തായാലും ആ പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എമ്മിൻ്റെ ഫുൾ ഫോം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമായിട്ട് സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഒരു പാൻ കാർഡ് എടുക്കുകയാണെങ്കിൽ പാൻ കാർഡിൽ ഫുള്ളായിട്ടുള്ള പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അശോകൻ മാധവൻ തന്നെ അല്ലേ? അതെ. അശോകൻ ഇപ്പൊ ഒരു അശോകൻ എന്നുള്ള പേര് ASHOKAN തന്നെയല്ലേ? MADHANVAN. അത് മാധവൻ. ഒരു മാധവ് എന്നാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ കുറെ കൂടി നല്ലതാവും കേട്ടോ. മാധവ് എന്ന് മാത്രം ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാവും. മാധവ്, അശോകൻ മാധവ്. മാധവ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറെ കൂടി ബെസ്റ്റാണ്. ഞാനിപ്പോൾ ആദ്യം നോക്കിയതിലും ഇങ്ങനെ ഒന്ന് മാറ്റം വെച്ച് നോക്കുമ്പോൾ അതിലും ബെസ്റ്റായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അശോകൻ മാധവ്, DHAV എന്ന് മാത്രം കേട്ടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മാറ്റം, നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ അതാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നതിലും അതിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ പറയുമ്പോഴേക്കും അതൊരു മറ്റൊരു കാര്യമായി പോകും. പല ആൾക്കാർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അവരുടെ റെക്കോർഡിക്കലുള്ള കാര്യങ്ങൾ എന്നോട് പറയും, അല്ലെങ്കിൽ ചിലവരിത് അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ മാറിപ്പോവും. പല സ്ഥലത്തും പഴയ ആൾക്കാരുടെ, അതായത് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ളവർക്ക് പല സ്ഥലത്തും റെക്കോർഡിക്കൽ പലതരത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണാറുണ്ട്. അപ്പോൾ കൃത്യമല്ല എങ്കിൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതും എല്ലാം മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ പറയണം. നമുക്ക് കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ചന്ദ്രപ്രഭ. ആരാണ്? ചന്ദ്രപ്രഭ അല്ലേ? അതെ. ചന്ദ്രപ്രഭയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ. ചന്ദ്രപ്രഭയുടെ സ്പെല്ലിംഗ് ഒന്ന് മുഴുവനായിട്ട് പറഞ്ഞേ. ഓക്കെ. എച്ച് ഇല്ല അല്ലേ? ഇനീഷ്യൽ എന്താണ്? T ഫോർ ടാറ്റ അല്ലേ? ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 16/2/1954. 1954 അല്ലേ? ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 1, 7ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഒരു നല്ല പേര് വേണം ഇതിന് തീർച്ചയായിട്ടും. അപ്പോൾ ചന്ദ്രപ്രഭ T എന്നുള്ളത് ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പേരാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഗുരുവിൻ്റെ എനർജിയിൽ ഗുരുവിൻ്റെ ഒരു നല്ല പേരാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ലക്കിയസ്റ്റ് ഒന്നുമല്ല, ഒരു ആവറേജ് പേര്. അതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അതിനെ നമുക്ക് ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ടീയുടെ ഫുൾ ഫോം വെച്ച് നോക്കണോ നമുക്ക്? ടീയുടെ ഫുൾ ഫോം എന്താണ്? ടീയുടെ ഫുൾ ഫോം ഓക്കെ. അച്ഛൻ്റെ പേര് പറയൂ, അല്ലെങ്കിൽ പറയൂ. എന്താ പറയൂ.
മനോജ്. മനോജ്. അപ്പോൾ മനോജ് എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു ബെസ്റ്റായി കിട്ടുന്നില്ല. അപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ പിന്നെ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ? അല്ല, വീട്ടമ്മയാണ്. എന്തായാലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായ പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിന് അനുകൂലതയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ പേരിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ദോഷവും ഇല്ലാത്ത ഒരു പേര്, അതാണ് പറയേണ്ടത്. അപ്പോൾ അത് പറയാം. പിന്നെ ആ ഗുരുവിൻ്റെ എനർജി ആയതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അതിനൊക്കെ പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, ആ പേരിനെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പേരിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. നിങ്ങളുടെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ ആയിരിക്കും. ലൈറ്റ് ബ്ലൂ, അതുപോലെ ഇലക്ട്രിക് ബ്ലൂ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ പിന്നെ സൂര്യഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ മെഡിറ്റേഷൻ പ്രാക്ടീസൊക്കെ, യോഗ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സ്വസ്ഥമായിട്ടും അല്ലെങ്കിൽ മനസ്സിനെ കൂടുതൽ സ്വസ്ഥതയോടെ കൊണ്ടുപോകാനൊക്കെയുള്ള അപ്പോൾ അത് ചെയ്തോളൂ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. സ്പിരിച്വലായിട്ടുള്ള എനർജി ധാരാളം ഉള്ളൊരു എനർജിയാണ്. സ്പിരിച്വൽ ദൈവികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ ഒരു കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാനും അതൊക്കെ ഉള്ള ഒരു എനർജി ഉണ്ട്. നമ്മൾ പറയല്ലേ, നമ്മൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, അതുപോലെ ആൾക്കാരെ കാണി മുന്നേ നിങ്ങൾക്ക് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവുണ്ട് ഒരു എനർജി കൂടിയാണത്. അപ്പോൾ അതിന് കുറച്ചുകൂടി മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജിക്ക് കൂടുതൽ ശക്തി കിട്ടും. അത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, വെൽക്കം. അപ്പോൾ ഇപ്പം വിളിച്ചത് ചന്ദ്രപ്രഭ ടി ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേരിനെ റെഡിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിലും ബെസ്റ്റായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലല്ലേ അല്ലേ അതിന് ഗുണം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു കുഴപ്പമില്ല, വലിയ ദോഷമില്ലാത്ത ഒരു പേരാണ് എന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് അതിൽ വലിയ ഗുണങ്ങളില്ല. അതേസമയം അത് കുറച്ചും കൂടി ഡള്ളാവാനാണ് സാധ്യത. അപ്പോൾ എന്താണ്, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് 100% ആയിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ ലെറ്ററും ചെക്ക് ചെയ്തുകൊണ്ട് വേണം അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് ഒരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഞാൻ എപ്പോഴും ഈ പ്രോഗ്രാമിൻ്റെ അവസാനം പറയാറുണ്ട്. ഇന്ന് പറയുന്നത് പ്രേം നസീറിനെ കുറിച്ചിട്ടാണ്. പ്രേം നസീറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു കുറച്ച് നാൾ മുമ്പേ. ഇതിനിടെ ഒരു ജീവചരിത്രത്തിൻ്റെ ഭാഗമായി അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയത്. അത് മലയാളം വർഷവും മാസവും ആയിരുന്നു. അതായത് 1104 മീനം 10-ം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം. പണ്ട് സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു. എങ്കിൽ ആ എനർജീനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് 23/3/1929 പ്രേം നസീർ. അതായത് പ്രേം നസീർ എന്ന് പറഞ്ഞ എനർജി വരുന്നത് 35 ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും വരുന്നത് 5ഉം 2ഉം ആണ്. തീർച്ചയായിട്ടും ഒരു നിത്യഹരിത നായകൻ്റെ എപ്പോഴും അല്ലേ നായകനായിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത്. എങ്കിലും പേര് അദ്ദേഹത്തിന് അത്ര സപ്പോർട്ടീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള എനർജീനെ സ്ട്രഗിളിങ് ചെയ്യിപ്പിക്കുന്ന ഒരു എനർജിയാണ് പ്രേം നസീർ എന്നുള്ളത്. നമുക്കറിയാം അദ്ദേഹം അകാലത്തിലാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ എനർജിയാണ് നമുക്കിതിൽ മികച്ചു നിൽക്കുന്നത്. 5ഉം 2ഉം എപ്പോഴും നിത്യഹരിത നായകനായിരിക്കാൻ അല്ലേ. 130 ചിത്രങ്ങളാണ് ഷീലക്കൊപ്പം നായകനായിട്ട് അല്ലേ. ഒരു നായകൻ ഒരു നായികയുടെ കൂടെ അതിൻ്റെ വേൾഡ് ഗിന്നസ് റെക്കോർഡുണ്ട്. അതുപോലെ 93 നായികമാരായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ 720 ചിത്രങ്ങളിലാണ് അദ്ദേഹം നായകനായിട്ട്
പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗിന്നസ് റെക്കോർഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അദ്ദേഹത്തിൻ്റെ പേരും, അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള എനർജീനെ എക്സ്ട്രീം ചെയ്യിപ്പിക്കുന്നതായിരുന്നില്ല എന്നാണ് ഈ ന്യൂമറോളജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായി. പിന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എൻ്റെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി ഞാൻ കൊടുക്കാം. 62 38 18 81 6238 68 1881. വാട്സപ്പ് മുഖേന ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.